കോഴിക്കോട് കോർപ്പറേഷൻ സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിനകത്ത് പ്രതിഷേധം. ചാലപ്പുറം ഡിവിഷൻ CMPക്ക് വിട്ടു നൽകിയതിലാണ് കോൺഗ്രസിൽ പ്രതിഷേധം. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും അയ്യൂബും അനുയായികളും കോഴിക്കോട് DCC ഓഫീസിലെത്തി രാജ്യഭീഷണി മുഴക്കി. പ്രശ്നം രമ്യമായി പരിഹരിക്കാനാവുമെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കോഴിക്കോട് കോർപ്പറേഷനിലെ 60ാം ഡിവിഷനായിട്ടുള്ള ചാലപ്പുറത്തെ സീറ്റിനെ ചൊല്ലിയാണ് കോൺഗ്രസിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ചാലപ്പുറം ഡിവിഷൻ ഘടകകക്ഷിയായ CMPക്ക് വിട്ടു നൽകിയിരുന്നു. ഇവിടെ CMP വി സജീവനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് CMPയുടെ കോർപ്പറേഷനിലെ 2 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത്. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തകർ കോഴിക്കോട് DCCയിലെത്തി പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള M. അയ്യൂബിൻ്റെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവർ M. അയ്യൂബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുകയും ഈ പ്രതിഷേധം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ അറിയിക്കുകയുമാണ് ഉണ്ടായത്. M. അയ്യൂബും സംഘവും പറയുന്നത് 15ഓളം പേർ, ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ള 15ഓളം പേരാണ് രാജ്യഭീഷണി മുഴക്കിക്കൊണ്ടുള്ള കത്ത് സമർപ്പിച്ചത് എന്നുള്ളതാണ്. ഞാൻ നേതൃത്വത്തിന് അതിന്റെ പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ട് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതിന്റെ ശേഷം ഞാൻ നിങ്ങളെ വിശദമായി കാണുമായിരിക്കും. ഞാൻ എൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണും. അതേസമയം ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്, വ്യക്തമാക്കുന്നത്. കാരണം ഘടകകക്ഷിയായ CMPക്ക് സീറ്റ് നൽകേണ്ടത് അനിവാര്യതയാണ്. ചാലപ്പുറം ഡിവിഷനിൽ CMPക്ക് വലിയ സ്വാധീനമുള്ള മേഖലയുമാണ്. അതുകൊണ്ടാണ് CMPക്ക് അവിടെ സീറ്റ് നൽകിയത് എന്ന് വ്യക്തമാക്കുന്നു. നേരത്തെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാളയത്ത് വിമത സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് പാർട്ടി അച്ചടക്ക നടപടി നേരിട്ടയാളാണ് ഈ M. അയ്യൂബ്. അന്ന് കോൺഗ്രസിൽ നിന്നും M. അയ്യൂബിനെ പുറത്താക്കിയിരുന്നു. പിന്നീട് ഇയാളെ തിരിച്ചെടുക്കുകയും അതിനുശേഷമാണ് ചാലപ്പുറം മണ്ഡലം പ്രസിഡന്റായി നിയമിച്ചത് എന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ആ തിരിച്ചെടുത്തയാളാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സന്നിഗ്ധമായൊരു ഘട്ടത്തിൽ വന്ന് പ്രതിഷേധം നടത്തുകയും അത് വലിയ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രശ്നം എന്തായാലും രമ്യമായി തന്നെ ഈ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. കോഴിക്കോട് നിന്നും രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.